ഇന്ത്യയുടെ സാധ്യ സൗരദൌത്യം ആദിത്യ-L1 വിജയകരമായി ലക്ഷ്യസ്ഥാനത്തെത്തി. ലഗ്രാഞ്ച് 1 പോയിന്റിലെ ഹാലോ ഓർബിറ്റിൽ പേടകം പ്രവേശിച്ചു. ദൌത്യം വിജയിച്ചതോടെ ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ISRO മാറി. മഹേഷ് പോലൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മഹേഷ്, ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം എന്തായിരുന്നു ആദിത്യ-L1 നിന്നുള്ള ആദ്യ പ്രതികരണം? ആദിത്യ-L1 വളരെ എക്സൈറ്റഡ് എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അതിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഞാൻ എൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. സൂര്യൻ്റെ രഹസ്യങ്ങൾ ഓരോന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു മെസ്സേജാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നത്. 4 മണിയോടെയാണ് 215 സെക്കൻഡോളം എൻജിൻ ജ്വലിപ്പിച്ച ശേഷം, പേടകത്തിൻ്റെ എൻജിൻ ജ്വലിപ്പിച്ച ശേഷം ഹാലോ ഓർബിറ്റിലേക്ക്, അതൊരു സാങ്കല്പികമായ ഒരു ഭ്രമണപാതയാണ്. ഒരു കേന്ദ്ര ബിന്ദുവിനെ സൃഷ്ടിച്ച് ഒരു സാങ്കല്പികമായ ഒരു ഭ്രമണപാതയുണ്ടാക്കി ആ പാതയിലേക്ക്, ഹാലോ ഓർബിറ്റിലേക്ക് ഈ പേടകത്തെ വിന്യസിച്ചിരിക്കുന്നത് വളരെ സങ്കീർണമായ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടമാണ്. ഏത് നിമിഷവും തെന്നിപ്പോകാൻ സാധ്യതയുള്ള ഒരു ദൗത്യമായിരുന്നു യഥാർത്ഥത്തിൽ ആദിത്യ-L1 ഈ ഹാലോ ഓർബിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് വളരെ വിജയകരമായി ISRO പൂർത്തിയാക്കി എന്നുള്ളതാണ്. 4 മണിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 5 മിനിറ്റിനകം തന്നെ ആ എൻജിൻ ജ്വലിച്ചു. അത് കൃത്യമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഹാലോ ഓർബിറ്റിലേക്ക് വിന്യസിച്ചു എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക ട്വീറ്റ് നൽകിയത്. ISRO ശാസ്ത്രജ്ഞന്മാരുടെ അർപ്പണബോധത്തിൻ്റെ വിജയമാണ് ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അത് ശരിവെക്കുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി, സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഈ പേടകം വിക്ഷേപിച്ചത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് 126 ദിവസം കഴിഞ്ഞ് 27ാമത്തെ ദിവസമാണ്. ഇന്ന് 127ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം ഈ പേടകത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുക, പരാജയപ്പെടാനുള്ള പല സാധ്യതകളും മുന്നിൽ നിൽക്കുന്ന ഒരു ദൗത്യം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ആദിത്യ-L1 എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് മുന്നോട്ട് പോയ 2ാമത്തെ പേടകമാണ്. ഇത്രയും അകലെയുള്ള ഈ പേടകത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യുക എന്നത് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്ന അതിസങ്കീർണവും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ലഗ്രാഞ്ച് പോയിന്റ്, അതായത് ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം കൃത്യമായി എത്തുന്ന ഒരു മേഖല. ആ മേഖലയിൽ കൃത്യമായ ഒരു ഹാലോ ഓർബിറ്റ് ഉണ്ട് എന്ന് ഈ പേടകത്തെ പഠിപ്പിച്ച് അവിടേക്ക് നിലനിർത്തുക എന്നുള്ള വളരെ നിർണായകമായ ദൗത്യം അത് പൂർത്തിയാക്കിയിരിക്കുന്നു. വളരെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. 5 വർഷക്കാലം ഇനി ഈ പേടകം അവിടെ നിന്ന് പരീക്ഷണങ്ങൾ നടത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൂര്യൻ്റെ താപ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ളതുണ്ട്, ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ചുണ്ട്, സൂര്യൻ്റെ ഉപരിതല ഘടനയെക്കുറിച്ചുള്ള പഠനമുണ്ട്, ബാഹ്യവലയങ്ങൾ സംബന്ധിച്ചുള്ള പരീക്ഷണമുണ്ട്, പ്ലാസ്മ പരീക്ഷണമുണ്ട്, സൗര കണങ്ങളെക്കുറിച്ചുണ്ട്, സൗര കൊടുങ്കാറ്റിനെക്കുറിച്ചുണ്ട്, ഭൂമിക്കും സൂര്യനുമിടയിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുണ്ട്. അങ്ങനെ വിശാലമായൊരു പഠനമുണ്ട്. എന്തായാലും 5 വർഷക്കാലയോളം ഈ പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ ഉണ്ടാകും. ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ സൂര്യനെ വലയം ചെയ്യുന്ന ഭൂമി കടന്നു പോകുന്ന മേഖലകളിലേക്കൊക്കെ ഈ ലഗ്രാഞ്ച് പോയിന്റിലേക്ക് പതിയെ ഈ പേടകത്തെ കൊണ്ടുവരേണ്ട അതിസങ്കീർണമായ ഘട്ടങ്ങൾ ഇനിയുമുണ്ട്. സ്റ്റേഷൻ കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഘട്ടം കൂടി ഇനിയുണ്ട്. പക്ഷേ സക്സസ്ഫുൾ ആണ്, വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആദിത്യ-L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ശരി, മഹേഷ് പോലൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഔദ്യോഗിക വിശദീകരണം ISROയുടെ ഭാഗത്തു നിന്ന് വന്നത്. L1 പോയിന്റിലെ ഹാലോ ഓർബിറ്റിലേക്ക് നമ്മുടെ ഉപഗ്രഹം കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ 5 വർഷത്തെ കാത്തിരിപ്പുണ്ട്. അതിനിടയിൽ നിരവധി പഠനങ്ങൾ ആദിത്യ-L1 നടത്താനിരിക്കുന്നു.